ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ അവസാനത്തെ ഭാഗമാണ്. ഒന്നാമത്തെ ചോദ്യം, ഭൂമി ഉരുണ്ടതാണെന്നാണ് 2ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് ഭൗതിക ശാസ്ത്രജ്ഞനായ ടോളമി വിശ്വസിച്ചിരുന്നത്. ടോളമി നിർമ്മിച്ച ഭൂപടത്തിന് ആധുനിക ഭൂപടങ്ങളുമായി സാദൃശ്യമുണ്ട്. ഭൂപടങ്ങളെ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് ഭൗതിക ഭൂപടങ്ങളെന്നും സാംസ്കാരിക ഭൂപടങ്ങൾ. ഭൂപ്രകൃതി, മണ്ണ്, നദി, കാലാവസ്ഥ, നൈസർഗിക സസ്യജാലങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ. മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടങ്ങൾ. രാജ്യങ്ങൾ, സംസ്ഥാനങ്ങൾ, ജില്ലകൾ തുടങ്ങിയ രാഷ്ട്രീയ വിഭാഗങ്ങൾ, റോഡുകൾ, റെയിൽപാതകൾ, തുറമുഖങ്ങൾ, ജനസംഖ്യാ വിതരണം തുടങ്ങിയ ഭൂപടങ്ങളുണ്ട്. വലിയ തോത് ഭൂപടങ്ങൾ, ചെറിയ തോത് ഭൂപടം. അപ്പം ഭൂപടങ്ങളെ രണ്ടായി തരംതിരിക്കുന്നു. വലിയ തോത് ഭൂപടങ്ങളുമുണ്ട്, ചെറിയ തോത് ഭൂപടങ്ങളുമുണ്ട്. അതിൽ വലിയ തോത് ഭൂപടം ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചിത്രീകരിക്കുന്നു. ഉദാഹരണം ധരാതലീയ ഭൂപടം, വില്ലേജ് ഭൂപടം. ഇതിൻ്റെ തോത് 1 സെൻറ്റിമീറ്റർ സമം 1/2 കിലോമീറ്റർ അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ സമം 1/4 കിലോമീറ്റർ. ഇതിൽ തെറ്റിയിട്ടുണ്ട്, 1/2 ആണ് കൊടുത്തത്, ഒന്ന് തിരുത്തി വായിക്കുക, 1/4 ആക്കുക. ഇനി ചെറിയ തോത് ഭൂപടങ്ങൾ ഒരു പ്രദേശത്തെ സംബന്ധിച്ച് കേവലമായ വിവരങ്ങൾ മാത്രം ചിത്രീകരിക്കുന്നു. ഉദാഹരണം ലോക ഭൂപടം, ഇന്ത്യൻ ഭൂപടം, കേരള ഭൂപടം. ഇതിൻ്റെ തോത് എങ്ങനെ വെച്ചാൽ 1 സെൻറ്റിമീറ്റർ സമം 25 കിലോമീറ്റർ ആയിരിക്കും. പിന്നെ 1 സെൻറ്റിമീറ്റർ സമം 10 കിലോമീറ്റർ. ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്താൻ 3 രീതികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് പ്രസ്താവന രീതി. ഭൂപടത്തിലെ 1 സെൻറ്റിമീറ്റർ അകലം ഭൂതലത്തിലെ 1 കിലോമീറ്ററിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ 1 സെൻറ്റിമീറ്റർ എന്ത് ചെയ്യുന്നു, 1 കിലോമീറ്റർ ആയിട്ട് സൂചിപ്പിക്കുന്നു. ഇനി ഭിന്നക രീതി 1:1,00,000 എന്ന രീതിയിലാണ്. ഭൂപടത്തിലെ 1 യൂണിറ്റ് ദൂരം ഭൂതലത്തിലെ 1,00,000 യൂണിറ്റുകൾക്ക് തുല്യമാണ്. മൂന്നാമത്തെ രീതിയാണ് രേഖീയ രീതി. ഇനി നിറങ്ങളും സവിശേഷതകളും. നൈസർഗിക സസ്യജാലങ്ങൾക്ക് കൊടുക്കുന്നത് പച്ച നിറമാണ്. ഇനി കൃഷിയിടങ്ങളായിക്കോട്ടെ മഞ്ഞ നിറം. പാർപ്പിടങ്ങൾ, റോഡുകൾ ചുവപ്പ് നിറമാണ് കാണിക്കുന്നത്. തീവണ്ടിപ്പാത, അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, ടെലഫോൺ ലൈൻ കറുപ്പ് നിറം. ജലാശയങ്ങളാണെങ്കിൽ നീല. പാറക്കൂട്ടങ്ങൾ, മണൽക്കൂനുകൾ, കുന്നുകൾ ഇവയ്ക്ക് കൊടുക്കുന്ന നിറമാണ് തവിട്ട്. ഇന്ത്യയിൽ ISRO വികസിപ്പിച്ചെടുത്ത ഭൂപട നിർമ്മാണ സംവിധാനമാണ് ഭുവൻ. രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കുന്നത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 101. ചരക്ക് സേവന നികുതി GST നിലവിൽ വന്നതെന്ന്? 2017 ജൂലൈ 1. നിലവിലെ GST നിരക്കുകൾ 0%, 5%, 12%, 18%, 28%. 0%, 5%, 12%, 18%, 28%. ഇനി പ്രത്യക്ഷ നികുതി. 2 തരത്തിലാണ് നികുതി ഉള്ളത്. ഒന്ന് പ്രത്യക്ഷ നികുതിയുണ്ട്, പരോക്ഷ നികുതിയുണ്ട്. അതിൽ പ്രത്യക്ഷ നികുതി ആരിലാണോ ചുമത്തിയിരിക്കുന്നത് ആ വ്യക്തി തന്നെ കൊടുക്കുന്ന നികുതിയാണെന്ത്? പ്രത്യക്ഷ നികുതി. ഉദാഹരണം ആദായ നികുതി, കെട്ടിട നികുതി. ഇനി പരോക്ഷ നികുതി. ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി ഭാഗികമായി പൂർണ്ണമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്നു. ഉദാഹരണം വിൽപ്പന നികുതി, വിനോദ നികുതി. ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന ചെലവും വരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ധനരേഖയാണ് ബജറ്റ്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് ബജറ്റ് തയ്യാറാക്കുന്നത്. ധനകാര്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 112 അനുസരിച്ചാണ് രാജ്യത്തിൻ്റെ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ബജറ്റ് 3 വിധമാണുള്ളത്: മിച്ച ബജറ്റ്, സന്തുലിത ബജറ്റ്, കമ്മി ബജറ്റ്. മിച്ച ബജറ്റ് വരവ് കൂടുതൽ ചിലവ് കുറവ്. സന്തുലിത ബജറ്റ് വരവും ചെലവും തുല്യം. കമ്മി ബജറ്റ് വരവ് കുറവ്, ചെലവ് കൂടുതൽ.
സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ധനകാര്യമന്ത്രിയായിരുന്ന RK ഷൺമുഖം ചെട്ടിയായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ ആദിമ നിവാസികൾ സാൻ, ഗോസ തുടങ്ങിയ ജനവിഭാഗങ്ങളായിരുന്നു. ഒരു രാജ്യം മറ്റൊരു പ്രദേശത്തിൻ്റെയും അവിടുത്തെ ജനങ്ങളുടെയും മേൽ അധികാരം സ്ഥാപിച്ച് രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതാണെന്ത്? കോളനി വൽക്കരണം. 17ാം നൂറ്റാണ്ടോടുകൂടി ദക്ഷിണാഫ്രിക്കയിൽ ഡച്ച് സ്വാധീനം ശക്തമാവുകയും കേപ്പ് ടൗൺ എന്ന പ്രദേശം അവരുടെ പ്രധാന കോളനി ആവുകയും ചെയ്തു. ഡച്ച്, അതായത് 17ാം നൂറ്റാണ്ടിൽ ദക്ഷിണാഫ്രിക്കയിൽ ഡച്ച് സ്വാധീനം ശക്തപ്പെട്ടു. അതോടുകൂടി കേപ്പ് ടൗൺ എന്ന പ്രദേശം അവരുടെ കോളനിയായി മാറി. യൂറോപ്പിൽ നിന്ന് ആദ്യം ദക്ഷിണാഫ്രിക്കയിലെത്തിയ നെതർലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യക്കാരുടെ പിന്മുറക്കാരാണ് ബൂവറുകൾ. ബ്രിട്ടൻ നടപ്പിലാക്കിയ നയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കോളനിയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ഈ ബൂവറുകൾ നടത്തിയ പലായനമാണ് ഗ്രേറ്റ് ട്രക്ക് എന്നറിയപ്പെടുന്നത്. ബ്രിട്ടൻ ബൂവറുകളിൽ നിന്ന് ട്രാൻസ്വാൾ പിടിച്ചെടുത്തതാണെന്ന് ഒന്നാം ബൂവർ യുദ്ധത്തിന് കാരണം. രണ്ടാം ബൂവർ യുദ്ധത്തിന് കാരണം രണ്ടാം ബൂവർ യുദ്ധം നടന്നത് 1899, 1902 വരെയായിരുന്നു. മഹാത്മാഗാന്ധി 1893 ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് ദക്ഷിണാഫ്രിക്ക. നെൽസൺ മണ്ടേല 1918 ജൂലൈ 18 ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസി പ്രവിശ്യയിലെ തെമ്പു കുടുംബത്തിലാണ് ജനിച്ചത്. അപ്പം എന്നാണ് നെൽസൺ മണ്ടേല ജനിച്ചത്? 1918 ജൂലൈ 18. നെൽസൺ മണ്ടേല യുവജനങ്ങളെ അണിനിരത്തി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് ലീഗ് എന്ന യുവജന സംഘടന സ്ഥാപിച്ചു. നാഷണൽ പാർട്ടി അധികാരത്തിൽ വന്നത് 1948. കറുത്ത വർഗക്കാർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ പ്രത്യേകം അനുമതി പത്രങ്ങൾ ആവശ്യമായിരുന്നു. ഈ നിയമം അറിയപ്പെടുന്നത് പാസ് നിയമം. കറുത്തവർ പ്രത്യേക സ്വയംഭരണ പ്രദേശങ്ങളിലെ പൗരരായി മാറുകയും അവർക്ക് ദക്ഷിണാഫ്രിക്കൻ പൗരത്വം നഷ്ടപ്പെടുകയും ചെയ്തു. ഈ നിയമം അറിയപ്പെടുന്നത് ബൻഡു അധികാര നിയമം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആൻഡമാൻ ദ്വീപിലെ സെല്ലുലാർ ജയിലിന് വളരെ അധികം പ്രാധാന്യമുണ്ട്. നെൽസൺ മണ്ടേല 18 വർഷം തടവിൽ കഴിഞ്ഞ ദ്വീപാണിത്, റോബൻ ദ്വീപ്. ആഫ്രിക്കയിൽ വർണ്ണവിവേചനം പിൻവലിച്ചത് 1991. ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ കറുത്ത വർഗക്കാരനായ പ്രസിഡന്റാണ് നെൽസൺ മണ്ടേല. ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് വയനാട്. അതുപോലെ കേരളത്തിലെ പ്രധാന ലിഖിതങ്ങൾ ഏതൊക്കെയാ ചോദിച്ചാൽ തരിസാപ്പള്ളി ലിഖിതം കൊല്ലം, ജൂതശാസനം മട്ടാഞ്ചേരി, പാലിയം ശാസനം ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണേത്? ബേക്കൽ കോട്ട കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജിൽ സ്ഥിതി ചെയ്യുന്നു. നാണയങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂമിസ്മാറ്റിക്സ്. കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിമാരുടെ കാലത്ത് പ്രചാരത്തിൽ ഉണ്ടായിരുന്ന നാണയമാണ് പഴയ വീരരായർ, പുതിയ വീരരായർ. 1667 മുതലാണ് ഈ നാണയങ്ങൾ അടിച്ചിറക്കിയത്. 1667 മുതൽ. സ്വർണത്തിൽ നിർമ്മിച്ച ഈ നാണയം പൊൻപണം എന്നാണ് വിദേശികർ വിശേഷിപ്പിച്ചത്. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ പ്രധാന യുദ്ധകേന്ദ്രം ആയിരുന്നു മിഷ്കാൽ പള്ളി. അതായത് പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ പ്രധാന യുദ്ധകേന്ദ്രം മിഷ്കാൽ പള്ളി. കോഴിക്കോട്ടെ പോർച്ചുഗീസ് സാന്നിധ്യത്തിൻ്റെ സ്മാരകമാണ് 1513 നിർമ്മിച്ച ദേവമാതാ കത്തീഡ്രൽ. കോകില സന്ദേശം എന്ന സംസ്കൃത സന്ദേശകാവ്യം രചിച്ചത് ഉദ്ദണ്ഡ ശാസ്ത്രികളാണ്. കേരളത്തിൻ്റെ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് വെളിച്ചം വീശുന്ന സാഹിത്യ സ്രോതസ്സുകളാണ് തമിഴിൽ രചിക്കപ്പെട്ട സംഘസാഹിത്യ കൃതികൾ. പതിറ്റുപത്ത്, പുറനാനൂറ്, അകനാനൂറ്, കുറുംതോക്കൈ, നറ്റിനൈ.
12-15 നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ട മണിപ്രവാള കൃതികളാണ് ആ കാലഘട്ടത്തിലെ നാടുവാഴി വ്യവസ്ഥയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും വിവരങ്ങൾ നൽകുന്നത്. ഇനി സഞ്ചാരികളാണ്. മെഗസ്തനിസ് ഗ്രീക്ക് സഞ്ചാരിയാണ്. സുലൈമാനും അബ്ദുൾ റസാഖും പേർഷ്യൻ സഞ്ചാരിയാണ്. മാർക്കോ പോളോ നിക്കോളോ കോണ്ടി വെന്നീസ് സഞ്ചാരിയാണ്. ഇബ്നു ബത്തൂത്ത മൊറോക്കോ ആണ്. അതുപോലെ മഹ്വാൻ ചൈനക്കാരനാണ്. ബാർബോസ പോർച്ചുഗലാണ്. അതുപോലെ കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പ് നിയമം ലംഘിച്ചതെന്ന് 1930 മെയ് 17. 27 സ്ഥലങ്ങളിലായിട്ടാണ് കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പ് നിയമം ലംഘിച്ചത്. ഓക്കെ, താങ്ക് യു.